എല്ലാവർക്കും ഗൈഡ് ടു വൈഡ്സിൻ്റെ ഒരു പുതിയ ഫ്രഷ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നവംബർ മാസമാണ്, നവംബർ 2024 എൻഡ് ഓഫ് ദ മന്തായി. അപ്പോൾ ഞാൻ ഓർത്തു ഡിസംബർ കയറുന്നതിന് മുമ്പേ നിങ്ങളോട് ഈ അപ്ഡേറ്റ് പറഞ്ഞിരിക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഫ്യൂ തിങ്സ്, കുറേ അങ്ങനെ പേടിക്കാനായിട്ട് ഒന്നുമില്ല, നത്തിങ് ടു സ്ട്രെസ് ഔട്ട്, ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓർ ഫാമിലി ഹൂ ഈസ് ഗോയിങ് വിത്ത് യു ടു ഓസ്ട്രേലിയ ഓർ പ്ലാനിങ് ടു ഗോ ടു ഓസ്ട്രേലിയ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ബട്ട് നത്തിങ് ടു, നേരത്തെ പറഞ്ഞ പോലെ ദർ ഇസ് നത്തിങ് ടു സ്ട്രെസ് ഔട്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. സോ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, താങ്ക് യു സോ മച്ച് ഫോർ ബിലീവിങ് ഇൻ ഗൈഡ് ടു ഹൈറ്റ്സ്. വി കുഡ് ഹെൽപ്പ് ഔട്ട് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് കേട്ടോ. അതായത് ഓവർ ദി ലാസ്റ്റ് ഇൻടേക്ക് July and February, there's a lot of students who contacted us for admissions and we had good numbers. The best part is we had only visa grants. Visa grantum auto grantum മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇതൊന്നുമല്ല, ഇറ്റ്സ് നോട്ട് ലൈക്ക് എനിക്ക് ഇറ്റ്സ് എ വെരി പ്രൗഡ് തിങ് ഫോർ മീ ദാറ്റ് ഐ കുഡ് ഹെൽപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ദ ടീം വാസ് സ്ട്രോങ് ആൻഡ് ദ ടീം വാസ് വെരി സപ്പോർട്ടീവ്. അതുപോലെ തന്നെ പിള്ളേരെന്ന് പറഞ്ഞാലും ദേ കെയിം ടു അസ്, വി കുഡ് ഹെൽപ്പ് ദം വിത്ത് ദ സർവീസ്, വി കുഡ് ഹെൽപ്പ് ദം വിത്ത് ദി എൻഡ് ടു എൻഡ് തിങ്. അതായത് നമ്മുടെ പിള്ളേരോട് ചോദിച്ചാൽ അറിയാം like how will they reply about us and how we try to help them out. So thank you so much for believing. ഇതുകൊണ്ട് തന്നെ ഇത് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ പോയിൻ്റാണ് അഡ്മിഷൻസ്. ഇതിപ്പോൾ ഡിസംബർ സോ ഫ്രം ടുമോറോ ഇറ്റ്സ് December 1st. സോ December 1st മുതൽ now getting an offer letter is very difficult. അതായത് ഓൾമോസ്റ്റ് എല്ലായിടത്തും ക്ലോസ് ആയി. ഇപ്പോൾ നിങ്ങൾ PTO IELTS പഠിക്കുമായിരിക്കും, ആൻഡ് അത് കഴിഞ്ഞിട്ട് സ്കോർ കിട്ടിയിട്ട് ഞാൻ അഡ്മിഷൻ എടുത്തോളം ചിന്തിച്ച് ചെയ്യുവാണെങ്കിൽ ഇനി ഓഫർ ലെറ്റേഴ്സ് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടി ഇപ്പോഴും എക്സാം എഴുതുന്ന പിള്ളേരുണ്ടെങ്കിൽ പ്ലീസ് ഫാസ്റ്റൻ അപ്പ്, ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലായിടത്തും സീറ്റ്സ് ക്ലോസ് ആയിട്ടുണ്ട്. എല്ലായിടത്തും ആയിട്ടില്ല, ബട്ട് സം പ്ലേസസ്. ബട്ട് ക്രിട്ടിക്കൽ കോഴ്സ്, അതായത് ഫേമസ് കോഴ്സസ് ആയ നഴ്സിംഗ്, ബയോടെക്, ഫുഡ് ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, ഇങ്ങനെയൊക്കെ ഒരുമാതിരി നല്ല ഫേമസ് യൂണിവേഴ്സിറ്റീസൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന്, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ പ്ലീസ് നിങ്ങളുടെ ഏജൻസായിട്ടൊന്ന് പിങ്ക് ചെയ്യുക, അവരോട് ചോദിക്കുക എപ്പോഴും ഓപ്പൺ ആണോ എന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ പ്ലീസ് ടേക്ക് അനദർ ഓഫർ ലെറ്റർ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓസ്ട്രേലിയയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഹാവ് 3 ഓഫർ ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് അഡ്മിഷൻ. എനിക്കറിയാം, എൻ്റെ മാമനോ എൻ്റെ അങ്കിളോ എൻ്റെ ആൻറ്റിയൊക്കെ പെർത്തിലുണ്ട് അല്ലെങ്കിൽ മെൽബണിലുണ്ട്, എനിക്ക് അവിടെ മാത്രം പഠിച്ചാൽ മതി, എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ മാത്രം പഠിച്ചാൽ മതി, 5 മിനിറ്റ് നടക്കാനുള്ളൂ. അത് വർക്കൗട്ട് ആണോയെന്നില്ല, വർക്കൗട്ട് ആവട്ടെ. ബട്ട് ഇഫ് ഇറ്റ് ഡസൻ വർക്ക്, നിങ്ങൾക്ക് വേറൊരു യൂണിവേഴ്സിറ്റി വളരെ ഇമ്പോർട്ടൻ്റായി എടുത്തു വെക്കാം. പ്ലീസ് മേക്ക് യുവർ പേരൻസ് ഓർ മേക്ക് യുവർ കസിൻസ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, നൗ അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിനോട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്, നിങ്ങൾ GS പ്രോസസ്സ് ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ PT കിട്ടി, എല്ലാം കിട്ടി, ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയി വരുന്നു, ലോണൊക്കെ ആയി വരുന്നു, ഇങ്ങനെ വരുന്ന GS പ്രോസസ്സിങ് ചെയ്യുന്ന പിള്ളേരാണെങ്കിൽ പ്ലീസ് ട്രൈ ടു കംപ്ലീറ്റ് ബിഫോർ 15th of December. ഇത് എൻ്റെ ഡെഡ് ലൈനാണ്. ദർ ആർ സം യൂണിവേഴ്സിറ്റീസ് വിച്ച് ഇസ് ക്ലോസിങ് ഓൺ ദ 10th, some on the 15th, some on 16th and 18th. Most of them are closing before Christmas and some after Christmas. അതുകൊണ്ട് GS എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് പേ യുവർ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് CO വരും, ദാറ്റ് ഇസ് ഓൾ ഗുഡ്, നത്തിങ് ടു വറി അബൌട്ട്. അല്ലെങ്കിൽ ഫീസ് അടച്ചിട്ടില്ല, പേപ്പർ വർക്ക് നടക്കുന്നേ ഉള്ളൂ, പ്ലീസ് പുഷ്. ബാങ്കിന് ലോൺ ശരിയായിട്ടില്ലെങ്കിൽ ബാങ്കിൽ പോവുക, ബാങ്കിൽ ഫോം വിളിക്കരുത്, ഗോ ടു ദെം, അവിടെ ഇരിക്കുന്നോ, ബാങ്കിന് ഫുൾ ഡേ അവിടെ ഇരിക്കുക, ആൻഡ് ഗെറ്റ് ദ ലോൺ സാങ്ഷൻ. അതായത് മേക്ക് ഇറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു, ബിക്കോസ് ഐ നോ ബാങ്ക് ലോൺ സാങ്ഷൻ കുറച്ചൊരു മാസമൊക്കെ എടുക്കും, ബട്ട് പ്ലീസ് ഗെറ്റ് ഇറ്റ് ഡൺ. ഓക്കെ, സോ അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തെ പോയിൻറ്റ്, സാറേ എനിക്ക് ഈ യൂണിവേഴ്സിറ്റി പോയാൽ റിജക്ഷൻ ഉണ്ടോ? ഞാൻ യൂണിവേഴ്സിറ്റി പേര് പറയുകയാണെങ്കിൽ പേഡിത് കോവിൻ യൂണിവേഴ്സിറ്റി. കുറേ പിള്ളേർ ചോദിക്കുന്നുണ്ട് എനിക്ക് റിജക്ഷൻ കിട്ടുമോ, എല്ലാവരും പറയുന്ന റിജക്ഷൻ ഉണ്ട്. എനിക്കറിയത്തില്ല ഇത് എവിടെ നിന്ന് വന്ന ന്യൂസാണെന്ന്. I'll tell you one thing. ഈ ഇൻടേക്കിൽ നമ്മൾ അറിയാമല്ലോ, അസസ്മെൻറ്റ് 1, ലെവൽ 2, ലെവൽ 3 യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അവരത് പോസ്റ്റ് ആക്കി വെച്ചിരിക്കുക. ഇറ്റ് ഇസ് പോസ്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ യുവർ വിസ റിജക്ഷൻ റേറ്റ് ഈസ് വെരി ലോ. ആർക്കും റിജക്ഷൻ റേറ്റ് ഇല്ല. എനിക്ക് തോന്നുന്നു, ആസ് ഐ സ്പോക്ക് വിത്ത് ഫ്യൂ അതർ ഏജൻറ്റ്സ്, റിജക്ഷൻ റേറ്റ്സ് വളരെ ലെസ്സാണ്. ഓക്കെ, ആർക്കും അങ്ങനെ പണി കിട്ടിയിട്ടില്ല. എല്ലാവർക്കും വിസ സക്സസ്സേ വന്നിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം.
എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ, റിജക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഫയലിങ്ങോ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കാരണമാണ്, ഇംപ്രോപ്പർ ഫയലിംഗ് കാരണമായിരിക്കും. അല്ലാതെ വിസ റിജക്ഷൻ റേറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. സോ that's what I always say, always have the right agent to do the right things. Okay, so അതുകൊണ്ട് എവറി യൂണിവേഴ്സിറ്റി ഈസ് നൈസ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ECUവിനെ പറ്റി ഞാൻ പറയാം. അവരൊരിക്കലും ഒരു മോശമായ യൂണിവേഴ്സിറ്റി അല്ല. അവർക്ക് അതായത് ലാസ്റ്റ് ഇയർ ആൻഡ് എവറിത്തിങ് അവർ കണ്ണടച്ച പിള്ളേർക്ക് അഡ്മിഷൻ കൊടുക്കുമായിരുന്നു, കിട്ടട്ടെ എന്നോർത്ത്. ബട്ട് ഈ റൂൾ ചേഞ്ചസ് വന്ന കാരണം അവർക്ക് ഒരു തിരിച്ചടിയായി. അതായത് കുറേ പിള്ളേർക്ക് റെഫ്യൂസൽ വന്നായിരുന്നു. അപ്പോൾ അങ്ങനൊരു ചെറിയൊരു ഇമേജിനൊരു ബാഡ് ഇമേജ് ക്രിയേറ്റ് ആയിരുന്നു. അവിടെ റെഫ്യൂസൽ കൂടുതല എന്ന് വെച്ച് ദാറ്റ് യൂണിവേഴ്സിറ്റി ഈസ് വെരി നൈസ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് റൈറ്റ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് യുവർ വിസ. അതിപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി level 1 or 2 or 3. Okay, if you see Federation University is level 3. Okay, if your documents are right, you will get the visa. Because നമുക്ക് ഈ പ്രാവശ്യം we had level 3 universities and they got their visas. അതൊരു വലിയൊരു സംഭവമാണ്, മനസ്സിലായോ? സോ ഇനിയും ഓട്ടോമാറ്റിക്കലി ഓസ്ട്രേലിയക്ക് ഓൾറെഡി മനസ്സിലായി, അതായത് നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ വിസ കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്യാത്ത ആൾക്കാർ സിസ്റ്റം ഓൾറെഡി ട്രിഗർ ചെയ്ത് അത് അവരെ അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടാണ് റെഫ്യൂസൽ സ്റ്റേറ്റ്സ് വരിക. ഓക്കെ, അതാണ് റെഫ്യൂസൽസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. റെഫ്യൂസൽസ് കിട്ടിയ ആരെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു വാട്സാപ്പ് മീ. I just want to know why. We can see എന്തുകൊണ്ടാണ് റിജക്ഷൻ വന്നതെന്ന്. But I'm sure there is very less rejection. There is no rejections. I don't think rejections. Okay, now coming to the processing time. പല പിള്ളേരും ചോദിക്കുന്നത് സാറേ എത്ര ദിവസം എടുക്കും? Luckily, I don't know what happened to Australia. It's very good that less than 45 days കൊണ്ട് visas വരുന്നുണ്ട്. ഓക്കെ, ദി ആൻസേഴ്സ് വിസ ഇമെയിൽസ് വരുന്നുണ്ട്. ഈ 45 days കഴിഞ്ഞുള്ള പിള്ളേർക്ക് ഇത് എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകത്തില്ല. ഇപ്പോൾ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് സെക്ഷനകത്ത് റെക്കമെൻഡഡ് അപ്ലോഡ് ഉണ്ട്, റിക്വയർഡ് അപ്ലോഡ്സ് ഉണ്ട്. അപ്പം അതെന്തെങ്കിലും മിസ് ഔട്ടായി കാണും. അപ്പോൾ ഇങ്ങനെ പല ഇങ്ങനെ വന്നുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ആ ഇഷ്യൂ വന്നിരിക്കുന്നത്, ലേറ്റ് ആയിരിക്കുന്നത്. അല്ലാതെ ആർക്കും അങ്ങനെ ലേറ്റ് ആവാറില്ല. ഇഫ് നിങ്ങളുടെ 45 days കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചെക്ക് യുവർ ഇമി അക്കൗണ്ട്, ചെക്ക് ഇഫ് എനിത്തിങ് ഇസ് മിസ്സിങ്. നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റ് അപ്ലോഡ് ആയിട്ടുണ്ടോ നോക്കുക, ബയോമെട്രിക്സ് ആയിട്ടുണ്ടോ നോക്കുക. ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗ്യാപ്പിനെ പറ്റിയാണ്. കുറേ പിള്ളേർ സാറേ എനിക്ക് PT കിട്ടുന്നില്ല, എനിക്ക് ജൂലൈയിലേക്ക് മാറ്റാൻ പറ്റുമോ? എനിക്ക് സീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അതായത് ജൂലൈയിലേക്ക് മാറ്റാൻ പറ്റും. ബി വെരി കെയർഫുൾ ദാറ്റ് ഗ്യാപ്പ് വരരുത്. എന്ന് വെച്ച് IELTS മാർച്ച് ഏപ്രിൽ എല്ലാ മാസവും IELTS ചെയ്തിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് തിരിച്ചടിക്കത്തേ ഉള്ളൂ. ഡൂ സം ജോബ്, എന്തെങ്കിലും ജോലി ചെയ്യുക. 12th കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ എന്തെങ്കിലും അക്രഡിറ്റഡ് ആയ കോഴ്സസ് ചെയ്യാം. ഓക്കെ, ഈ ബാച്ചിലേഴ്സ് കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ പ്ലീസ് ഡൂ സം ജോലി. അതായത് ജോലിയോ അക്രഡിറ്റഡ് കോഴ്സ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല. ബട്ട് സാലറി അക്കൗണ്ടിലോട്ട് വരണം, ക്യാഷ് ഇൻ ഹാൻഡ് വാങ്ങിക്കരുത്. അതുകൊണ്ട് ഗ്യാപ്പ് വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. സോ ഇതാണ് ഗ്യാപ്പിനെ പറ്റിയുള്ളത്. അടുത്ത സംഭവം എന്ന് പറയുന്നത് കോഴ്സ് ചേഞ്ചിനെ പറ്റിയാണ്. കുറേ പിള്ളേർക്ക് ഒരു ഡൗട്ടുണ്ട്, കോഴ്സ് ചേഞ്ച് സാറേ പറ്റുമോ? ഷുവർ തിങ്, കോഴ്സ് ചേഞ്ച് ഇസ് എ പോസിബിൾ തിങ്. നിങ്ങൾക്കിപ്പോൾ ഉടനെ പറ്റത്തില്ല. അതായത് നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞ് നിങ്ങളൊരു 6 മാസം, അതായത് COE സ്റ്റാർട്ട് ഡേറ്റിന് ഒരു 6 മാസം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കോഴ്സ് ചേഞ്ച് പറ്റത്തുള്ളൂ. ബട്ട് ഇറ്റ് ഹാസ് ഫ്യൂ തിങ്സ് ദാറ്റ് ടു ബി നോട്ടഡ്. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് യു ക്യാൻ ഗിവ് മി എ കോൾ. എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിലോ, നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി തന്നെ കുറേ പിള്ളേരുണ്ട്, ഇല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗിവ് മി എ കോൾ സ്ട്രൈറ്റ് അവേ, മെസ്സേജ് അയച്ചാൽ മതി. ദെൻ ഐ ക്യാൻ സോർട്ട് ഇറ്റ് ഔട്ട് അക്കോർഡിംഗ്ലി. ബട്ട് കുറച്ച് നോക്കേണ്ട കാര്യങ്ങളുണ്ട് ലീഗലി, അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായി നോക്കേണ്ടതാണ്. അതാണ് കോഴ്സ് ചേഞ്ചിനെ പറ്റി. ഇപ്പോൾ കോഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും, ബട്ട് എന്ന് വെച്ച് ഇറ്റ് ഇസ് നോട്ട് എ വെരി യൂണിവേഴ്സിറ്റി വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് നേരത്തെ പറയുന്നത് ഓൾവേസ് ചൂസ് യുവർ കോഴ്സ് റൈറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ചില ഇൻസ്റ്റൻസസ് കാരണം നമുക്ക് അത് കിട്ടണമെന്നില്ല, റൈറ്റ്? അതുകൊണ്ട് കുഴപ്പമില്ല, ഇറ്റ് ക്യാൻ ബി ഡൺ. ഓക്കെ, അതുപോലെ തന്നെ നൗ ഇപ്പോൾ അക്കോമഡേഷൻ. ഇപ്പം നിങ്ങൾക്ക് അക്കോമഡേഷൻ ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അക്കോമഡേഷൻ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് എനിക്ക് അയയ്ക്കുക. ഐ വിൽ സീ വാട്ട് ഐ ക്യാൻ ഡു. ഐ ആം ട്രൈങ് ടു ഹെൽപ്പ് ഫ്യൂ പീപ്പിൾ. അങ്ങനെ നമുക്കിപ്പോൾ കുറേ തേർഡ് പാർട്ടി സർവീസസ് അങ്ങനെ പലതും ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് അത് ഒന്നും ആയിട്ടില്ല, അക്കോമഡേഷൻ ഒന്നും ആയിട്ടില്ലെങ്കിൽ ഫീൽ ഫ്രീ ടു മെസ്സേജ് മീ. ജസ്റ്റ് ടൈപ്പ് അക്കോമഡേഷൻ. ഐ വിൽ ഷെയർ യു ദ നമ്പേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ലിസ്റ്റിങ്സ് ഞാൻ തരാം.
ഓക്കെ, സോ ലാസ്റ്റ് പോയിന്റ് ഈസ് PT-യുടെ ചേഞ്ചസ്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും PT-ക്ക് അതുകൊണ്ട് PT-ക്ക് എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, പുതിയ ചേഞ്ചസ് വന്നുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന്. ബട്ട് അതല്ല വന്നിരിക്കുന്നത്. സോ PT വന്നിരിക്കുന്ന ഒറ്റ സ്മോൾ ചേഞ്ചസേ ഉള്ളൂ. അതായത് നമുക്കിനി ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് സാധാരണ ഞാനൊക്കെ പഠിച്ച സമയത്ത് ഐ ക്യാൻ സീ എ ബ്യൂട്ടിഫുൾ പിക്ചർ ഇൻ ഫ്രണ്ട് ഓഫ് മീ, ലെറ്റ് മീ ടേക്ക് എ ക്ലോസർ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ബൈ ടേക്കിംഗ് എ ക്ലോസർ ലുക്ക് അറ്റ് ദിസ് പിക്ചർ ഐ ക്യാൻ സീ ദാറ്റ്, ഐ ക്യാൻ സീ ദിസ്, ഐ ക്യാൻ സീ റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ. ഇതായിരുന്നു ഒരു ടെംപ്ലേറ്റ്. ഇനി മുതൽ ആ ഒരു സംഭവം പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി ഫ്രം യുവർ ഓൺ വേർഡ്സ്. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന പോലെ ലൈക്ക് ഐ എം ടോക്കിംഗ് ടു ഇൻ എ വെരി സ്ട്രെയിറ്റ് വേ, ആ രീതിയിലാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നും അവർ വരുത്തിയിട്ടില്ല. ടു ബി വെരി ഫ്രാങ്ക്, 1, 2, 3 പ്രാവശ്യം എഴുതിയാലേ നമുക്ക് 4ാമത്തെ വട്ടം കിട്ടത്തുള്ളൂ. കിട്ടാത്ത പിള്ളേരുണ്ട്. നത്തിങ് ടു സ്ട്രെസ് അബൌട്ട് ഇറ്റ്. ഇറ്റ് ഈസ് എ വെരി കോമൺ തിങ്. കുറേ പിള്ളേർ 5, 6, 7, 10 വട്ടം വരെ എഴുതുന്ന പിള്ളേരുണ്ട്. സോ നത്തിങ് ടു വറി, നിങ്ങൾ എഴുതുക. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾക്ക് അങ്ങനത്തെ ഡിസ്കൗണ്ട് PT ഡിസ്കൗണ്ട് വൗച്ചേഴ്സ് ഉണ്ട്. യു ക്യാൻ ഗെറ്റ് ദാറ്റ് ഓൾസോ ഫ്രം അസ്. യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് മീ ഫോർ ദാറ്റ്. അതുകൊണ്ട് അതിനെപ്പറ്റിയും പറയണ്ട, കുറച്ച് പൈസ കുറച്ച് കിട്ടുന്നുമുണ്ട്. സോ അതുകൊണ്ട് PT പെട്ടെന്ന് എഴുതുക ആൻഡ് ഗെറ്റ് യുവർ അഡ്മിഷൻസ് വെരി വെരി സൂൺ. സോ ഗൈസ്, അപ്പം ഇതാണ് മേജർ പോയിൻറ്റ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. എന്നാൽ സ്ട്രെസ് ചെയ്യാനോ ഒന്നുമില്ല. ഇത് വളരെ എല്ലാവർക്കും വിസ കിട്ടും ദിസ് ടൈം. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ് ആൻഡ് ഐ ബിലീവ് ഇൻ ഇറ്റ്. ഐ predict അല്ല, ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പൻഡ് ദാറ്റ് എവറി വൺ ഓഫ് യു വിൽ ഗെറ്റ് യുവർ വിസ ഗ്രാൻറ്റഡ്. ഐ ആം ഷുവർ. ഡു യുവർ പേപ്പർ വർക്ക് റൈറ്റ്. നിങ്ങൾക്കറിയാം എന്താ വേണ്ടതെന്ന്. ബി റെസ്പോൺസിബിൾ ഫോർ യുവർ ഡോക്യുമെൻറ്റ്സ്. അപ്ലൈ ഫോർ ഇറ്റ് ആൻഡ് ഡു. അതായത് ബി വെരി, അതായത് ഒരു പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. ഓക്കെ, പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. തിങ്ക് ഇൻ എ വെരി പോസിറ്റീവ് വേ. നെഗറ്റീവ് ഒന്നും ചിന്തിക്കേണ്ട. PT എഴുതുന്ന പിള്ളേരാന്ന് പറഞ്ഞാലും യു വിൽ ഗെറ്റ് ഇറ്റ്. ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ആൻഡ് യു ക്യാൻ ഗോ ഫോർ ജൂലൈ ഇൻടേക്ക്. സോ നത്തിങ് ടു സ്ട്രെസ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് ഫിൽ ഔട്ടായി. ദർ ഇസ് നോ സ്പേസ് ടു ഗെറ്റ് ഇൻ. അതുകൊണ്ട് ഒരു പുതിയ ഗ്രൂപ്പ് ആൻഡ് ഓൾസോ എ ടെലിഗ്രാം ഗ്രൂപ്പ്. ആൻഡ് വി ഓൾസോ ഹാവ് പ്രീ ഡിപ്പാർച്ചർ സെഷൻസ് ആൻഡ് എവറിത്തിങ്. അതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. Feel free to join. Enjoy the session. Thank you so much for listening. This is Ebin Matthew Varghese.